ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ നിന്റെ അടുത്ത് ആരോ ഒരാൾ സോറി പറഞ്ഞതിന്റെ കഥയൊക്കെ ഞാൻ കേട്ടായിരുന്നു. സോറി പറഞ്ഞപ്പോ അവന്റെ ഒരു അവസ്ഥ ഒന്ന് പറയോ? പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചിരിക്കരുത്. പറയും എല്ലാം പോട്ടെ. അപ്പാനിക്ക് അറിയായിരുന്നു? അപ്പാനിക്കറിയില്ല. ഈ ഷോന്റെ ഡയറക്ടർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഗായികമാരുടെ ശബ്ദം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വയ്ക്കുന്ന അറ്റ്ലീസ്റ്റ് അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കൂടി കിട്ടി. ഞാനൊരു 10 അടി ഉണ്ടാക്കിയാൽ എനിക്ക് 10 ദിവസം കൂട്ടി കിട്ടുമായിരിക്കും അവിടെ. പക്ഷേ എനിക്ക് തിരിച്ചറിഞ്ഞ് വന്ന എനിക്ക് എൻ്റെ പാട്ടാണ് ആൾക്കാരെ കാണേണ്ടത്. അതെ, ശരി. അന്നത്തെ ആ ഒരു അടി ഗംഭീരം. ആ സ്റ്റേജിലാവുന്ന പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ പണിയായില്ലേ? ഞാൻ എനിക്ക് കൂടെ ചെയ്യാൻ ഇപ്പം വേണ്ടി ഇവനാണെങ്കിൽ എനിക്ക് അവനെ വരുത്തിക്കേണ്ടി വരും. ഞാൻ ആരുമായിട്ടാണ് ഇപ്പൊ ശാരീരികം വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ചാളിഞ്ഞ് ചീഞ്ഞ്. മറ്റേതാകുമ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. സരി ചേച്ചി ഒരു പെർഫോമർ അല്ലേ? പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് ആരെയും വേണ്ട ഒരു മൈക്ക്. ഇപ്പൊ അപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേറൊരു നടനെ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം വേറെ എനിക്ക് എത്രയോ അറിയാം. എത്രയോ വലിയ വലിയ നായകന്മാർ സ്റ്റേജിൽ ദിലീപേട്ടൻ്റെ ഒക്കെ കൊടുത്ത് മൈക്ക് കൈത്തരരുത് അറിയും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ വിളിക്കരുത്. പക്ഷെ നമുക്കൊരു സ്റ്റേജിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡാൻസ് കളിച്ചാൽ പോയി പൊളിക്കാൻ ഈ ഒരു സാധനം. അപ്പം അച്ഛൻ ഒരു നാടൻ പാട്ടെങ്കിലും പാടായിരുന്നു. അപ്പൊ ഞാൻ മക്കറാക്കിയതാണോ? അല്ല, ഇത്രയും കഴിവൊക്കെ ഉണ്ടായിട്ട് നീ അതിനാണല്ലോ പോയത്. ഒരു 2 പാട്ടെങ്കിലും. ഞാൻ പറഞ്ഞു അച്ഛൻ 2 പാട്ടോ 600 പാട്ടോ പാട്ട് നിർത്തണം പറഞ്ഞ ആൾക്കാർ എൻ്റെ പുറകെ പോയി. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സരികയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് 21 ദിവസങ്ങൾ, മഹത്തായ 21 ദിവസങ്ങൾ അവിടെ നിന്നല്ലോ. അപ്പൊ 21 ദിവസം നമ്മൾ അവിടെ പെർഫോം ചെയ്തു എന്നാണോ സരിക വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതെ, എന്റെ ഒരു അനുഭവം ഞാൻ തീർന്നില്ല. ക്വസ്റ്റ്യൻ മൊത്തം എനിക്ക് ചോദ്യം ചോദിക്കാൻ അവസരം താടോന്നൊക്കെ എന്റെ ചാനലാണ്. എനിക്ക് ചോദ്യം ചോദിക്കാൻ അവസരം 21 ദിവസം അവിടെ നിന്നു. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു എവിക്ഷനിലൂടെ പുറത്താണ്. ഏകദേശം അപ്പാനി വേറൊരു പോയതെങ്കിൽ ഈ പറയുന്ന സരിക അങ്ങനെ തന്നെ. പക്ഷെ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്നിട്ട് പെട്ടെന്ന് കാണാതാവത്തില്ല. അങ്ങനെ ഒരു ഫീൽ നമ്മൾ പുറത്താകുമെന്ന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ തോന്നിയിരുന്നെങ്കിൽ പോലും നമുക്കതൊരു അക്സെപ്റ്റ് ചെയ്യാത്ത എല്ലാവരും ഒരു ഹൃദയത്തിൽ ഒരു ഭാരമായി പോയി. അപ്പോൾ അത് അങ്ങോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ സരികയുടെ ഒരു ചിന്ത എന്തായിരുന്നു? ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഒക്കെ ആയിരുന്നു എന്നായിരുന്നു ചിന്ത? 100%. കാരണം ഞാൻ പറയില്ലേ മറ്റേ അഭിമാനപൂരിതം അന്തരംഗം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഓരോ കാറ്റഗറി ഉള്ളത്. അതുപോലെ ഞാൻ പെർഫോമർ ആയിട്ടാണല്ലോ കയറി. എൻ്റെ മാക്സിമം എനിക്ക് ഇന്റർവ്യൂവിൽ പോലും ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ എൻ്റെ കല കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ പാട്ടുപാടി അല്ലേ, എല്ലാത്തിനും എസ് വെക്കണം. ഇതെന്റെ വീട്ടുകാർ ഇതുവരെ അല്ല, നമ്മൾ ആദ്യം എത്തി ഉടനെ എല്ലാരും മറ്റേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോ നമ്മള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല അപ്പ ഇത് പാടി മുട്ടിപ്പാടി കളിച്ച് ആരവത്തോടു കൂടിയാണ് ശരിക്കും നമ്മളൊരു എല്ലാരും ഒന്നൊരു ഫ്രീയാണ്. ഈ സാധനമൊക്കെ എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഒരു 10 ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയപ്പോൾ വേണ്ട, എൻ്റെ ഒരെണ്ണം ഇപ്പോൾ പോയിട്ടുണ്ടല്ലോ. കാരണം നമ്മളങ്ങനെ വിചാരിക്കണം. അത് കഴിഞ്ഞിട്ട് നാടകഗാനം, നാടൻ പാട്ട്, ആദിലനെ ഉറനെ ഇരുത്തിയിട്ടൊരു പ്രേമപ്പാട്ട് പാടിയിട്ട് അവരെ കരയിപ്പിച്ചു. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഞാനും ബിന്നിയും, മാർഗംകളി ഞാനും ബിന്നിയും കുറച്ച് ടീം, ഒപ്പന, ഇനിയും കേരളോത്സവ പരിപാടികളിൽ എന്തൊക്കെ ഐറ്റമുണ്ടോ ഇത് മൊത്തം ഞാൻ അവിടെ ചെയ്തു. അപ്പം ഞാൻ വെച്ചാൽ എൻ്റെ എല്ലാം ആയി. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് വിറ്റ് നമുക്ക് ഒരു വർഷത്തേക്ക് എനിക്കുള്ള സ്റ്റേജ് ഷോയ്ക്കും അല്ലെങ്കിൽ എൻ്റെ കലാരംഗത്തുള്ള എൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോക്കായി എന്നും പറഞ്ഞു. ലാലേട്ടൻ വിളിക്കുമ്പോഴും ഒരു തുള്ളി കണ്ണീര് എനിക്കില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഒരാൾ അടുത്ത് കൂടെ പോയാൽ കരയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ നിന്നൊക്കെ പോവാന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കരയും. പിറ്റേ ദിവസം തലേ ദിവസം ഞാൻ കരയുള്ളൂ, എനിക്ക് എൻ്റെ മോൻ ഇവിടെ വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഞാൻ. എന്നിട്ടും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ 21 ദിവസത്തെ എൻ്റെ പെർഫോമൻസ് എല്ലാം ഞാൻ കഴിഞ്ഞു, ഇനി സ്റ്റോക്കില്ല, പുതിയത് ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ച് നേരെ ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നു. അവിടെ നിന്നും സന്തോഷകരമായി പോകുന്നു. അവിടുന്ന് കാരവാനിലേക്ക് കൊണ്ടുവരുന്നു. പലരും വരുന്നു, ചിരിക്കുന്നു. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ പലരും ചിരിക്കുന്ന തമിഴ്നാടായോണ്ട് ചേച്ചി കഴിഞ്ഞ ടീമൊക്കെ അഴുതറോട് എനിക്കിതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത്രയും നമ്മൾ ഭയങ്കര ഹ്യൂമറായിട്ടൊക്കെ പോയി. വീട്ടിലൊക്കെ ചെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഭാഗ്യം എന്താണെന്നറിയില്ല, എയർപോർട്ടിൽ കുറേ ക്യാമറയുടെ അപ്പം ഞാൻ സ്റ്റാറായി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറി ഇങ്ങനെ നടന്നൊരു പകുതി എത്തിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഈ അഭിനയം വലിയ വതിലുവട്ടം ഭയങ്കര ഓവർ ആക്ടിങ് ഗംഭീരം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോനും അച്ഛൻ്റെ അമ്മേൻ്റെ മുഖത്ത് വലിയൊരു തരം. അപ്പം ഞാൻ ചോദിച്ചാൽ ഇപ്പം എനിക്ക് പേരും പ്രശസ്തിയും കിട്ടി, അവരൊക്കെ വേറെ ലോകത്തായിരിക്കും. അച്ഛൻ ഒരു നാടൻ പാട്ടെങ്കിലും പാടായിരുന്നു. അപ്പം ഞാൻ മക്കറാക്കിയതാണോ? അല്ല, ഇത്രയും കഴിവൊക്കെ ഉണ്ടായിട്ട് നീ അതിനാണല്ലോ പോയത്.
ഒരു 2 പാട്ടെങ്കിലും. ഞാൻ പറഞ്ഞു അച്ഛൻ 2 പാട്ടോ 600 പാട്ടാണ് പാട്ട് നിർത്തണം പറഞ്ഞ ആൾക്കാർ എന്റെ പുറകെ പോയി. അപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഷോയിൽ ഒരിക്കലും നമ്മുടെ പെർഫോമൻസ് അവർക്ക് വേണ്ട. അല്ല, നമ്മൾ അതിനല്ല പോവേണ്ടത്. അതെ, അതാണ് പോവേണ്ടത് വേറെ പരിപാടിയാണ്. നമ്മൾ കലാകാരനാണെങ്കിൽ നമുക്ക് കല പ്രൊമോട്ട് ചെയ്യാനുള്ള സ്പേസ് മാത്രമായിട്ട് നമ്മൾ കാണരുത്. അത് ഇപ്പൊ സരേ ചേച്ചി പാടുന്ന പാട്ട്, അവിടെ പാടുന്ന പാട്ടുകൾ എല്ലാവരും ആസ്വദിക്കും. എല്ലാവരും ആസ്വദിച്ചിട്ട് മാറി എന്നിട്ട് ഈ പുള്ളിക്കരുതി പാട്ടുകളെ മാത്രം വന്നേണോ ചോദിച്ചില്ലേ എൻ്റെ അടുത്ത്, അടക്കം ചോദിച്ചില്ലേ പാട്ട് ഇവിടെ പറ്റില്ല, ആ പാട്ടിനാണോ വന്നേന്നുള്ളത് ചോദിച്ചു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ നഗ്ന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് ഇതല്ല വേണ്ടതെന്നുള്ളത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പോലും ഇവർ ഇതല്ല കൊടുക്കണ്ടേന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇപ്പൊ 7ന്റെ പണി അവർ ചെയ്യുമ്പോൾ നമ്മളൊരു 14ന്റെ പണി മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഞാൻ പോയത്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അവരുടെ ഷോ പ്രൊമോട്ട് ചെയ്യാൻ റേറ്റിംഗ് അവർ നോക്കുള്ളൂ. എനിക്ക് റേറ്റിംഗ് എൻ്റെ മാർക്കറ്റ് ഞാൻ ഉണ്ടാക്കണ്ടേ. അപ്പൊ എനിക്കൊരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഒരു 16 പാട്ട് പാടി ഒരൊറ്റൊന്നെങ്കിലും അവിടെ ഇടുള്ളൂ. എൻ്റെ ജാനകിയമ്മ എന്ന് പറഞ്ഞ എനിക്കൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത സാധനം, ആ 10ാം ക്ലാസ്സിൽ പഠിച്ച് ഇത്രയും വർഷം ഞാൻ ചെയ്ത സാധനം കാണാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് അവർ ഇതിൽ കൂടെ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിജയിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ മറ്റേത് എങ്ങനെയാ വെച്ചാൽ ഒരു 40+ ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ ഒരു താരോത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടി 10 വർഷം മുന്നേ ഉള്ളതിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അതിനുശേഷമുള്ള ന്യൂജൻ പിള്ളേർക്ക് അറിയില്ല എൻ്റെ പാട്ടോ അല്ലെ എല്ലാം പോട്ടെ. അപ്പാനിക്കറിയായിരുന്നു, അപ്പാനിക്കറിയില്ല. ഈ ഷോൻ്റെ ഡയറക്ടർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഗായികമാരുടെ ശബ്ദം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വയ്ക്കുന്ന അറ്റ്ലീസ്റ്റ് അതെനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ കൂടി കിട്ടി. ഞാനൊരു 10 അടി ഉണ്ടാക്കിയാൽ എനിക്ക് 10 ദിവസം കൂട്ടി കിട്ടുമായിരിക്കും അവിടെ. പക്ഷേ എനിക്ക് തിരിച്ചറിഞ്ഞ് വന്ന എനിക്ക് എൻ്റെ പാട്ടാണ് ആൾക്കാരെ കാണേണ്ടത്. സോറി, അന്നത്തെ ആ ഒരു അടി ഗംഭീരം ആ സ്റ്റേജിലാവുന്ന പെർഫോം ചെയ്യുന്ന പറഞ്ഞാൽ പണിയായില്ലേ. ഞാൻ എനിക്ക് കൂടെ ചെയ്യാൻ ഇപ്പം വേണ്ടി ഇവനാണെങ്കിൽ എനിക്ക് അവനെ വരുത്തിക്കേണ്ടി വരും. ഞാൻ ആരുമായിട്ടാണ് ഇപ്പൊ ശാരീരിക വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ചാളിഞ്ഞ് ചീഞ്ഞ്. മറ്റേതാകുമ്പോൾ എന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. സരി ചേച്ചി ഒരു പെർഫോമർ അല്ലേ, പെർഫോം ചെയ്യുന്ന എനിക്ക് ആരെയും വേണ്ട ഒരു മൈക്ക്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നീ പാടിയാലും ഇല്ലെങ്കിലും ബിഗ് ബോസ് പെർഫോമർ ആണെന്നും അറിയാം. പെർഫോമർ ആണ്. 1-2 എണ്ണം അവർ ഇട്ടത് കൊണ്ട് 600 എണ്ണത്തിൽ ഒരു 6 എണ്ണെങ്കിലും ഇട്ടത് കൊണ്ട് ഞാൻ സേഫ് ആയി. അല്ല, അതിനു മുമ്പ് നീ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചോദിക്കും ഇത് ആരപ്പടേ ഏതാ അങ്ങനെ ഒരു ഇൻസിഡന്റ് നീ പറഞ്ഞായിരുന്നല്ലോ ഏതോ സ്കൂളിൽ കുട്ടികള്. പക്ഷെ അതേ കുട്ടികളെ കൊണ്ട് ബിഗ് ബോസ് സരിക അല്ലെങ്കിൽ സരിക എന്ന് പറഞ്ഞ് പറയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വിജയം തന്നെ, തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ്. അപ്പൊ എന്താണ് ഭാവി പരിപാടികൾ? എന്റെ ഭാവി പരിപാടികൾ എന്ന് പറയുന്നത് നമുക്കിപ്പോ ബിഗ് ബോസിൽ പോയിട്ട് കിട്ടിയിട്ടുള്ള കുറെ നെഗറ്റീവുകളുണ്ട്, കുറെ പോസിറ്റീവുകളുണ്ട്. ഇതെല്ലാം പതുക്കെ മാറ്റി അങ്ങോട്ട് വെക്കുക. കിട്ടിയ സന്തോഷവും ഉണ്ട്, നമുക്ക് അതിനവരെല്ലാം ഉണ്ട്, അതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് മെയിനായിട്ട് ഈ നമ്മൾ ഈ പ്രേക്ഷകരെ ഉണ്ടല്ലോ, കുറച്ചധികം പ്രേക്ഷകരുണ്ടായി ഇപ്പം. എനിക്ക് നിലവിൽ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്ക് കുറച്ചധികം ആൾക്കാർ കൂടി ഇപ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല സിനിമകൾ കൊടുക്കുക, അവരുടെ ഇടയിൽ നിൽക്കുക, നല്ലൊരു നടനായിട്ട് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബിഗ് ബോസിൽ ഞാൻ പോയിട്ട് എനിക്ക് കിട്ടിയതെന്ന് പറയുമ്പം ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് നല്ലൊരു കുറേ അധികം നല്ല എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ബന്ധമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി. ആ സുഹൃത്ത് ബന്ധങ്ങൾ കൂടെ ഒരുപാട് നാളല്ല കൂടെ കാണും. അതിനുപരി ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ എനിക്ക് വോട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഈ പ്രേക്ഷകരുണ്ടല്ലോ, ബിഗ് ബോസിൽ ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച പ്രേക്ഷകരെല്ലാവരെയും തിയേറ്ററിലോട്ട് എത്തിക്കുക, എൻ്റെ സിനിമകൾ ചെയ്യുക, സിനിമയിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അതിനുപരി വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട്, വേറൊന്നുമല്ല. സിനിമേൻ്റെ ഇതിൻ്റെ ഇടയ്ക്കൊന്നുമില്ല. എൻ്റെ അമ്മയൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് പല സിനിമാ നടന്മാരെയും നടിമാരെ അറിയാം. എന്റെ അമ്മേന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എല്ലാവരും സിനിമാ നടന്മാരെ അമ്മേനെ അറിയില്ല ചോദിച്ചോണ്ട് എന്റെ അമ്മേന്റെ കാര്യട്ടോ ഞാൻ പറഞ്ഞത്. ചില നടന്മാരൊന്നും എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. അവര് ടി-വിയിലെ താരങ്ങളാണ്, അവർക്ക് സീരിയലിലുള്ള ഇതും അവരാണ്. ഇപ്പോ ആ ഒരു ഓഡിയൻസിനെ കൂടെ കിട്ടി. എന്റെ അമ്മ കഴിയോ അപ്പാനി ഞാൻ മനസ്സിലായി. മറ്റേ സിനിമാ നടന്മാരെ സ്നേഹിക്കുക, നമ്മൾ അവരൊരു വേറൊരു സിനിമാ നടൻ. ഇത് വീട്ടിലുള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാരായാലും കാണുന്നത്. എന്റെ മോളാണെങ്കിലും പറയാ പനിച്ചേട്ടൻ അമ്മ ഒന്ന് കാണിക്കണേ, പരിചയപ്പെടുത്തുക. എന്റെ തന്നെ ഒരുപാട് കാണാത്ത ഒരുപാട് സിനിമകളുണ്ട്. അവരൊക്കെ ഈ സിനിമ ഇറങ്ങിയിട്ട് പരാജയപ്പെട്ട സിനിമകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സിനിമകളൊക്കെ ഇപ്പൊ വീണ്ടും ആൾക്കാർ കാണുകയും പല പല റീൽസുകൾ വരികയും പല പല ഷോർട്സുകൾ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പല സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യവും മനസ്സിലാക്കുന്നതും
കുറച്ച് റെസ്പോൺസിബിലിറ്റി വേണം ഒരു നടനെ സംബന്ധിച്ച്. അത് അവർ കാശ് മുടക്കി ആണ് നമ്മളെ സിനിമ കാണുന്നത്. അപ്പം അതിനുള്ള നല്ല ഔട്ട് നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വേറെ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും അവരുടേതായ ടാലന്റഡ് ഉണ്ടല്ലോ. എത്ര പേര് ഇറങ്ങുമ്പോൾ കൂടെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരുമിച്ച് നിന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. തീർച്ചയായും. കാരണം നമ്മൾ ഇപ്പം പല വിധത്തിൽ ആർട്ടിസ്റ്റുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ചില ഭാഗ്യം കൊണ്ട് നമ്മൾ നേരിട്ട് സീരിയലിലോട്ട് വെറും ഒരു പിന്നെ വെറുമല്ല, നമുക്കിപ്പോ ഒരു സാധാരണ ഒരു വെബ് സീരീസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ചെറിയ ഇപ്പൊ സീരിയലിൽ നായികയാവുന്നവർക്ക് ചിലപ്പോൾ നമുക്കൊരു ഗ്രൂമിങ് നടത്തി അവരെ നേരിട്ട് അങ്ങ് സെലക്ട് ചെയ്യും. അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. സീരിയൽ ചിലപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോയാൽ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിറയ്ക്കുന്ന എത്രയോ നടന്മാരെ എത്രയോ ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പനെ സംബന്ധിച്ചോടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്കൊരു അടിത്തറ ഞങ്ങൾ പെർഫോമേഴ്സാണ്. സ്റ്റേജിൽ ഞങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പോലെ, അതായത് നമുക്ക് പാടാൻ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ. അപ്പം ഇത് കുറച്ചും കൂടെ എന്താക്കണം എന്ന് തോന്നി, ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ഓക്കെ, അത് നമുക്ക് തന്നെ തോന്നി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് അത് കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പൊ അപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വേറൊരു നടനെ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം വേറെ, എനിക്ക് എത്രയോ അറിയാം, എത്രയോ വലിയ വലിയ നായകന്മാർ സ്റ്റേജിൽ ദിലീപേട്ടൻ്റെ ഒക്കെ കൊടുത്ത് മൈക്ക് കൈ തരരുത് അറിയും, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ വിളിക്കരുത്. പക്ഷെ നമുക്കൊരു സ്റ്റേജിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡാൻസ് കളിച്ചാൽ പോയി പൊളിക്കാൻ ഈ ഒരു സാധനം. അപ്പം അത് നമുക്ക് ഈ ഒരു ബാനറും കൂടെ കിട്ടിയത് കൊണ്ട് സ്റ്റേജിലും അല്ലെങ്കിൽ പുറത്ത് പെർഫോമൻസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾക്കൊരു ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള ഒരുപാട്. എൻ്റെ ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴേ ഈ ആദ്യത്തെ ഷോയ്ക്ക് വിളിക്കുമല്ലോ, അപ്പം അത്യാവശ്യം സുഹൃത്തുക്കളൊക്കെ വിളിക്കണം എന്ന് വിളിക്കുമ്പം എപ്പോഴും ഞാൻ ആലോചിക്കും, പക്ഷെ ആരെ വിളിക്കും, എല്ലാവരും തിരക്കൊക്കെ ആയിരിക്കും, ആരെങ്കിലും കുറച്ച് അതെ. ഇപ്പൊ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ഒരു പടം ഇറങ്ങുമ്പോണ്ടല്ലോ, നിങ്ങൾ മാത്രം വന്നാൽ മതി, നിങ്ങൾ മാത്രം വന്നാൽ മതി എന്ന് വെച്ചാൽ നിങ്ങളുണ്ട് എനിക്ക് എന്റെ പടം. എന്റെ സിനിമയിൽ എന്റെ ഈ ചാനൽ തുടങ്ങുന്ന പറഞ്ഞപ്പോഴും നമ്മുടെ ക്യാമറ നമ്മുടെ ടീംസ് ചോദിച്ചു, ചേച്ചി എങ്ങനെയാ നമുക്കിങ്ങനെ ആൾക്കാരെയൊക്കെ നമുക്കിങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് വരുമോ? ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പ് ഞാനൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് പൂജ്യമായിരുന്നു. അതായത് എന്റെ മുമ്പിൽ ആരുമില്ല. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ ഞാൻ പോകുമ്പോൾ അവിടെയുള്ള പരിചയങ്ങൾ മാത്രമല്ല, വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇന്ന് ഞാൻ വിളിച്ചാൽ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള, വിളിച്ചില്ലെങ്കിലും വരുമെന്ന് ഉറപ്പുള്ള കുറച്ചധികം ആൾക്കാർ എന്റെ കയ്യിലുണ്ട്. അതെനിക്ക് ഉറപ്പുള്ള. സീസൺ 7 കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതിലുള്ള ആൾക്കാർ എന്തായാലും ഒന്നെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി എടുക്കും, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോയിലാണെങ്കിൽ ഒരു പപ്പാനി പറഞ്ഞല്ലോ, ശരി ഞാൻ വരാം, സ്പെഷ്യൽ ഇന്റർവ്യൂ നമ്മൾ തരും എന്ന് പറയുമ്പോൾ അതുള്ള എനിക്കുണ്ടാകുന്ന ഒരു ആനന്ദം ആ സുഹൃത്ബന്ധത്തിന്റെയാണ്, അല്ലാതെ അവിടുത്തെ മറ്റേ സെലിബ് സ്റ്റാറ്റസ് അല്ല അവിടെ. അപ്പൊ അതെനിക്ക് ഇവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റി. നമ്മൾ ഈ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ശങ്ക ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അത് ആ ചാനൽ ഡെവലപ്പായി അത് വളരണമെന്നുള്ളത് ഞങ്ങളെയും കൂടെ കാരണം അതിന്റെ ഷെയർ കിട്ടിയിട്ട് വേണം നമുക്ക് പരിപാടിക്ക്. പിന്നെ അല്ലാതെ ഉറപ്പല്ലേ. ഇപ്പൊ സരികയുടെ ഒരു കലാ പ്രകടനം അതിന് ഞങ്ങൾ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ ഒരു ഭാഗ്യല്ലേ ഇത്. അപ്പൊ നമ്മൾ എത്രത്തോളം വളരണം ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ. ഇനിയിപ്പോ ഇവര് ഇപ്പൊ ഒരാൾക്ക് ഇപ്പം ഒരു ദിവസം ഷൂട്ട് വെച്ചു, ആരും വരുന്നില്ല. ഈ 19 പേരുടെ ക്യാരക്ടർ പറഞ്ഞാൽ തന്നെ 1 മണിക്കൂർ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാം. അടുത്തത് ഫസ്റ്റ് ഒന്നാമത്തെ ആദ്യം പറഞ്ഞു മുൻസിനെ കുറിച്ച് 19 പേരെ കുറിച്ച് പറഞ്ഞാൽ 1-2 ദിവസത്തെ ടെലികാസ്റ്റ് ചെയ്യാനുള്ളതായി. തീർച്ചയായിട്ടും. ഇനി നമുക്കൊരു ബിഗ് ബോസ് ചോദ്യം ചോദിക്കാം. ബിഗ് ബോസിൽ നമ്മളിപ്പോ കുറച്ച് പേരൊക്കെ ഇറങ്ങി, മിടുക്കന്മാരായിട്ടുള്ള കുറച്ച് പേര് തന്നെയാണ് പുറത്തിറങ്ങിയെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് കാര്യത്തിൽ. കാരണം നമുക്ക് അവരെ അകത്ത് നിന്ന് അറിയാവുന്ന ആൾക്കാരാണ്. പ്രവീൺ മാത്രമാണോ വൈൽഡ് കാർഡ്? എനിക്ക് അപ്പാനി പ്രവീൺ ഉള്ളപ്പോൾ ഉള്ളതല്ലേ അപ്പാനി. ഓക്കെ, എനിക്കും ശരിക്കും അത് അറിയത്തില്ല, കാരണം ഞാൻ മുമ്പ് നമ്മൾ ഇറങ്ങി വൈൽഡ് കാർഡ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും മരവാഴകളായിട്ട് അന്നത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? അതായത് കളിക്കാൻ അറിയാത്ത, എന്നാൽ അവിടെ നിൽക്കാൻ അർഹരല്ലാത്ത, പേരൊന്നും പറയണമെന്നില്ല, എന്നാലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പാനിയും ശരിക്കും ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് നിൽക്കുന്ന ഗെയിം അറിയാതെ എങ്കിൽ എന്തിനോ വേണ്ടി തിളക്കിയ പറഞ്ഞ പോലെ കൗച്ചിലും കിടന്ന് മറ്റിടത്തും കിടന്ന് നടക്കുന്ന ആൾക്കാർ. അവർക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കലാരൂപങ്ങളൊന്നും അതിന് പറ്റിയൊരു വേദിയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ പറയുന്ന പോലെ വേറെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാതെ, അത് കലാരൂപവും ഇല്ല, പ്രകടനവും ഇല്ല. മനസ്സിലാക്കണതേ, ഇപ്പം നമ്മളെക്കാട്ടി നമ്പർ ഓഫ് ഡേയ്സിൽ അവരവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഗെയിം കളിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാനും അതാ പറയുന്നത്. അതായത് ഒരു പരിപാടിക്ക് എന്താണോ വേണ്ടത് അത് അവര്, നമ്മളിപ്പം വാഴാന്നോ അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ 100% ചെയ്യുന്നത് കൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും ആ പരിപാടിക്ക് വേണ്ട കാര്യം. ഞാൻ ഒരൊറ്റ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വരും. അപ്പോൾ താരോത്സവം ചെയ്യുമ്പോൾ ജോണി ആന്റണി അവർ ഇടയ്ക്ക് ഇതായിട്ട് വരും, ജഡ്ജായിട്ട് വരും.
അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, അപ്പം ഞങ്ങൾക്ക് അറിയാം ഒരാഴ്ച അവരായിരിക്കും. അപ്പം ഞങ്ങളെ കുറച്ച് ടീം ഫുൾ ഹ്യൂമർ സ്കിറ്റുകൾ, പാട്ടിനൊക്കെ ഹ്യൂമർ അടിച്ച് കയറ്റി നമ്മളൊരു സെറ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കായിരിക്കും ആ പ്രാവശ്യം ടോപ്പ് മാർക്ക്. അടുത്തത് ഞങ്ങൾ എന്ത് ചെയ്യും, അടുത്തത് ഞങ്ങൾ ഇതന്നെ സാധനം സെറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ ഹിറ്റായല്ലോ, നമ്മൾ ഭയങ്കര അന്നൊക്കെ യൂട്യൂബിലുള്ള ചാനലിൽ നമ്മൾ ഹിറ്റായിട്ട് കൊണ്ടിരുന്നപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് ബ്ലെസ്സി സാറായിരിക്കും. ഞങ്ങൾ ഈ ഹ്യൂമർ സാധനം ചെയ്തിട്ട് ബ്ലെസ്സി സാറിനുണ്ടോ ഇത് ഇഷ്ടപ്പെടുന്നത്, 50 തന്നോക്കാം, 10, 15 എന്തോ ഇത് 24 മണിക്കൂറും അവർക്ക് ആ ഒരു ഹ്യൂമർ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ചില നല്ല സാധനങ്ങൾ ഭയങ്കര സെൻറ്റ് അടിക്കേണ്ട സാധനങ്ങളും കുഴപ്പം ഞങ്ങൾ ഹ്യൂമറാക്കി കാണിക്കും. അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റ്, നമ്മൾ നാവിലാണ് രുചി എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സീരിയൽ അഭിനയിക്കുമ്പോൾ മെഗാ സീരിയലിൽ കൊടുക്കേണ്ട ഒരു അഭിനയം, നാടകത്തിൽ കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, സ്കിറ്റിൽ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്കിറ്റിൽ നമ്മളൊരു പൊടിക്ക് കയറ്റി ചെയ്യണം എന്നൊക്കെ പറയുന്നത് പോലെ ആ പ്രോഗ്രാമിന് വേണ്ടത് എന്താണോ അതാണ് ഇപ്പം അവിടെ നിൽക്കുന്നവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആൾക്കാർ കൊടുക്കൽ കുറയ്ക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് ആ പരിപാടിക്ക് വേണ്ടിയാണ് അവരാണ് പുറത്തു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഞാനൊരു കണ്ടസ്റ്റന്റെ പേര് ചോദിക്കട്ടെ. സാബുമാൻ അങ്ങേര് അവിടെ എന്ത് ചെയ്യുന്നു? അതാണ് അയാളുടെ വിജയം. അതാണ് ചെയ്യുന്നില്ല അല്ല, അതായത് ഇവര് നോക്കിയപ്പോ സാബുമാൻ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ ഒരു കൊമേഡിയനും ഉണ്ട്, ഒരു സീരിയസ് നടനും ഉണ്ട്, ഒരു സഹനടനും ഉള്ളത് പോലെ ഇയാൾ അവിടെ വെച്ചിരിക്കുന്നത് അതിനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചർച്ചയല്ലേ ഇപ്പൊ, അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബുദ്ധി ഉണ്ടായിരുന്നു സരിക. എന്റെ ബുദ്ധി ഞാൻ അവിടെ ഞാൻ തന്നെ ബിഗ് ബോസിലേക്ക് പോകാൻ കാരണം എനിക്ക് വളരെ നന്നായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ട് ഉള്ളതിനെ കൊണ്ടാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതല്ല അവിടെ വേണ്ടത്. എന്നെക്കാട്ടും ബോധമുള്ളവരുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയപ്പെടാണ് എന്റെ ബോധം, ഞാൻ അബോധാവസ്ഥ അല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രശ്നങ്ങൾ നല്ല രീതിയിലും അവതരിപ്പിക്കാം, മോശമായ രീതിയിൽ അവതരിപ്പിക്കാം. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നമ്മളെല്ലാവരും ചോദിക്കും ബിഗ് ബോസ് ഒരു ഷോ തുടങ്ങിയിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. ഈ ബിഗ് ബോസിൽ മെസ്സേജ് ഒന്ന് കൊടുത്തു നോക്കട്ടെ, ആരും കാണൂല. ഒരടി നടന്നു നോക്കട്ടെ, ഏറ്റവും കൂടുതൽ അപ്പാനി പോയ എവിക്ഷൻ അല്ലേ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പം ഞാൻ പറയും ഞാൻ വളരെ നല്ലതായിരുന്നു, ഞാൻ പോയപ്പോൾ ആർക്ക് അത് അവള് പോകേണ്ടത് തന്നെയാന്ന് പറയും. അത് കാണാൻ ആൾക്കാർക്കില്ല. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ബിഗ് ബോസ് വെക്കൂല, എനിക്ക് ഭയങ്കര സങ്കടം. നമുക്ക് അവരെ കാണുമ്പോൾ അയ്യോ നമ്മൾ അവിടെ ഇല്ലല്ലോ. ഞാൻ പോലും 10 ദിവസം പോകുന്ന കാണാൻ വേണ്ടി TV വെച്ചു. ഒരു ആത്യന്തികമായ ലക്ഷ്യം ഒരു ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും പ്രോഗ്രാം ഹിറ്റാക്കുക എന്നുള്ളത്. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു സീസൺ 7 എവിക്ഷനിൽ ഏറ്റവും കൂടുതൽ TRP കൂടിയ എവിക്ഷൻ ഉറപ്പല്ലേ, ചർച്ചാ വിഷയമായി അവരുടെ ഒരു ഐഡിയ കേട്ടോ, ക്രിയേറ്റീവ് ഹെഡിന്റെ ഐഡിയ തന്നെ. അതാണ്. കാരണം അത് ഈ പുലികളിലൂടെ നമ്മളെ ജീവിതം വെച്ചിട്ടുള്ള ഐഡിയ, ആ ഇമോഷൻ നമുക്ക് വരണം, ജനങ്ങൾക്ക് വരണം. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അപ്പാന് പോയടാ, ചർച്ചാ പോയോ, അതേന്ന് എന്തൊരു ദുഷ്ട. എന്റെയൊക്കെ ഞാൻ കമന്റ് കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ വീട്ടുകാർ കാണും എന്തൊരു ദുഷ്ടന്മാരാണ് അത്, ആ മനുഷ്യന് പുലികളിയായിട്ട് എന്ത് ക്രൂരന്മാരാണ് ഇവൻ. അപ്പൊ ഞാൻ ചിരിക്കും, ഇവരെന്തോ ഈ പറയുന്നത്. അമ്മ ഏഷ്യാനെറ്റിൽ അവരോട് വർത്താനം പറയണമെങ്കിൽ ഈ എഴുതിയൊക്കെ ചോദിക്കണമെങ്കിൽ നമ്പർ എന്തെങ്കിലും കിട്ടും. ഞാൻ ചെന്തിന് ഞാൻ എന്നെ പറ്റി എന്തോ ചെയ്യുന്നത്, അല്ല അപ്പാനി എന്താ പോയെന്ന് നോക്കി ഞാൻ സ്വന്തം മോള് ഇവിടെ കിടന്ന് കരയുമ്പോൾ ചോദിക്കണമെന്നില്ല. പക്ഷെ എന്നോട് ഞാൻ എവിക്റ്റായി ഇറങ്ങി എന്നെ ആരും സമാധാനിപ്പിക്കാനോ സംസാരിക്കാനോ അവിടെ വന്നിട്ടില്ല. കാരണം അവർക്ക് തന്നെ അറിയാലോ, നമുക്ക് എല്ലാവരും നമ്മുടെ കാരവനിൽ എന്നോട് ആരും, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമല്ല, ഇനി പറയാം, ചേച്ചി എടുത്ത് പറയാം. വേറൊരു ഇന്റർവ്യൂ പോയിട്ട് എന്നിട്ട് പറയാൻ പറ്റില്ല. ഇതാകുമ്പോ പിന്നെ ചേച്ചി മാത്രല്ലേ കാണുള്ളൂ, അങ്ങനെയാണോ? അതുകൊണ്ടല്ല, നമുക്കറിയാം, നമ്മളും ക്യാരവൻ ഇരുന്നാണ്. ഞാൻ എവിക്ഷനായി പുറത്തിറങ്ങി ലാലേട്ടന്റെ അടുത്ത് നിന്നു. അവിടെ നിന്നും കുറെ ആരോപണങ്ങൾ കേട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ക്യാരവനിൽ പോയി. എന്നോട് ആരും വന്നിട്ട് കുഴപ്പമില്ല, 2 നല്ല വാക്ക് പറയും ഒന്നും ചെയ്തില്ല. ഞാൻ ക്യാരവനിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുമ്പോഴും ആ സമയത്തും അവിടെ ഉള്ള ആൾക്കാരും അപ്പോഴും പറഞ്ഞത് ആശ്വസിപ്പിക്കലല്ല, ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല എന്നാണ്. പക്ഷേ ഞാനൊരു സിനിമ പേക്കപ്പായി പോകുമ്പോൾ, ഞാൻ 30 ദിവസം 35 ദിവസം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ പേക്കപ്പായി പോകുമ്പം അതിൽ ചായ കൊണ്ടുവരുന്ന ചേട്ടൻ പോലും എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, അടിപൊളി ആവട്ടെ എന്ന് പറയും. അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഒന്നിടയ്ക്ക് കയറിക്കോട്ടെ, നീ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ നിന്റെ അടുത്ത് ആരോ ഒരാൾ സോറി പറഞ്ഞതിന്റെ കഥയൊക്കെ ഞാൻ കേട്ടായിരുന്നു. സോറി പറഞ്ഞപ്പോ അവന്റെ ഒരു അവസ്ഥ എന്ന് പറയുക, പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചിരിക്കരുത്, പറയും.
കളിച്ചോണ്ടിരിക്കുന്നു. ഒനീലിനെ കൊണ്ടുപോയി ഞാൻ ദൈവമേ രക്ഷപ്പെട്ടു. അവ തിരിച്ച് അവനെ കൊണ്ടാക്കുന്നത് ബിന്നിയെ കൊണ്ടുപോയി. ബിന്നിയാണോ? അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വരല്ലേ ഈശ്വര, അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നേരെ വന്ന് എന്നെ അങ്ങ് പിടിക്കുകയാണ്. അപ്പൊ അപ്പോഴും അഭിലാഷ് പറയില്ലാണ്. അപ്പൊ ഞാൻ വെച്ചു എന്നെയും കൊണ്ടുപോയി പകുതിയെ കൊണ്ടുപോയിട്ട് തിരിച്ചാക്കിയിട്ട് അബിയെ കൊണ്ടുപോയിരിക്കും, അതാണ് എൻ്റെ മൈൻഡിൽ. പക്ഷെ ഞാൻ പോയി, ഞാനങ്ങ് തളർന്ന് വീട്ട് ഞാൻ മുഖംമൂടി വെളിയിൽ നിന്ന് കരയുക. മുഖംമൂടി വെച്ചിട്ടുണ്ട്, കരയോ ഞാൻ. തിരിഞ്ഞുപോലും നോക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിലോട്ട്. കരഞ്ഞുകൊണ്ട് ആ ഡോറങ്ങ് അടഞ്ഞു. എന്നിട്ട് ആ ഡാർക്ക് റൂമാണല്ലോ, എൻ്റെ പുറത്തത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖംമൂടി കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ തോക്ക് വെച്ചോണ്ടോന്നില്ലേ, അവൻ വന്നിട്ട് സോറി തോക്കം കൊണ്ട് പറയാൻ സമയമുണ്ട്, അങ്ങനെ സംഭവം ഉണ്ടായോ? നിനക്ക് പറ്റൂടാ തിരിച്ച് വീട്ടിൽ കയറ്റാനായിട്ട്, എന്താ സോറി കൊണ്ടുപോയിക്കോളാം. ഈ തോക്കൊക്കെ എടുത്തു ആ കലിമ്പായ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ആർക്കാ പിന്നെ സമാധാനിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? എന്ത് ഡയറക്ടറാന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നു, അയ്യോ സാർ സാർ സാർ. ഞാൻ പറഞ്ഞു വണ്ടി എന്തൊക്കെ പറഞ്ഞു തിരിച്ചു കൊണ്ട് വിടാ എന്റെ വീട്ടിലേക്ക്. അത് പറ്റില്ല, പിന്നെ നീ എന്തിനാണ് ഇറക്കിയത്? ഞാൻ ചോദിച്ചു സങ്കടം വരൂലേ? പിന്നെ അതാർക്കും പറഞ്ഞാൽ മനസ്സിലായി. വളരെ സൂപ്പർ ആയിട്ട് നമ്മള് പ്രതീക്ഷനേക്കാളും അടിപൊളിയായിട്ട്, ഇത്രയും റിയൽ ഒന്നും പറയണ്ടായിരുന്നു. അതെ സത്യം, റിയാലിറ്റി ബൈ കേബിൾ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് നമ്മൾ 3 പേര് ഒരു ഷോയിലാണ്. ഇപ്പൊ ഞാൻ ഹോട്ട് സീറ്റിലാണെങ്കിൽ റിയൽ അല്ലല്ലോ, ഹോട്ട് സീറ്റർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങളായാലും മറ്റൊന്നെങ്കിൽ ക്യൂട്ട്നസ് വാരി ചെയ്തറും, അല്ലെങ്കിൽ ചിലപ്പം അടിയും ഇടിയും തടയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ തഗ്ഗൊക്കെ ഇത് നമ്മൾ നമ്മളായിട്ടിരുന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെഷൻ, അത് വേണമെങ്കിൽ പറയാം, ഒരു ഇന്റർവ്യൂ അതൊന്നും പറയാനില്ല. ഒരു ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് അത് വേണം, അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, അതൊന്നും സംശയം ഇല്ലാത്ത കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ബീൻ ബാഗിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം നമ്മൾ എന്താണോ കുശുകുശിത്തത് അത് നമ്മളിവിടുന്ന് കുശുകുശിത്തു. എന്തായാലും ഇങ്ങനൊരു അവസരങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ. എല്ലാവരും അവരുടേതായ, പ്രത്യേകിച്ച് അപ്പാനിക്കായാലും സെറിയക്കായാലും ആഗ്രഹിച്ച പോലെ തന്നെ അടിപൊളി ഒരു വലിയൊരു മഹാനടനായി മാറട്ടെ. അതോടൊപ്പം ഞങ്ങൾക്കൊക്കെ അവസരം തരണം കേട്ടോ. പിന്നെ എനിക്ക് നടിയാവണ്ട, പകരം ഇക്കാലത്ത് ഇങ്ങനെയുള്ള മുന്നോട്ട് പോകുന്നു. പിന്നെ സരികയാണെങ്കിൽ സരിക ആഗ്രഹിച്ച പോലെ തന്നെ കലാഭവൻ സരിക, ലാലേട്ടന്റെ കലാഭവൻ സരികയായിട്ടും, അതുപോലെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ കേരളീയരുടെ പ്രിയപ്പെട്ടവളായിട്ടും ഇനിയും ഒരുപാട് ദൂരങ്ങൾ കീഴടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നവരെ വണക്കം. വണക്കം. ഓക്കെ.